ഇന്ന് നമുക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ നിങ്ങളെക്കുറിച്ചുള്ള ഒപ്പീനിയൻ എന്താണെന്ന് നോക്കിയാലോ. നിങ്ങളുടെ സ്വഭാവത്തിൽ നിങ്ങൾ എന്തെങ്കിലും മാറ്റം വരുത്തേണ്ടതുണ്ടോ, എന്താണ് അവരുടെ അഭിപ്രായം എന്ന് നമുക്ക് നോക്കാം. ദ ഫൂൾ, സ്ട്രെങ്ത്, ഓക്കെ, 10 of Pentacles, 3 of Pentacles, 8 of Wands, Queen of Cups, Ace of Pentacles, Death, 3 of Swords, bottom of the deck വന്നിട്ട് 6 of Pentacles. ഓക്കെ, അതായത് അവരുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പുതിയ തുടക്കങ്ങളെ ഭയപ്പെടാത്ത ഒരാളാണ് എന്നവരാദ്യമായിട്ട് വിചാരിക്കുന്നുണ്ട്. ഓക്കെ, എവിടെയെങ്കിലും തോറ്റുപോയാൽ അവിടെ നിന്ന് കരഞ്ഞു നിൽക്കാതെ അവിടെ നിന്ന് ഉയർത്തെഴുന്നേറ്റ് ഒരു പുതിയ തുടക്കത്തിന് നേരെ നടക്കാൻ നിങ്ങൾക്ക് മടിയില്ല എന്നും അവർ വിചാരിക്കുന്നുണ്ട് കേട്ടോ. അവർക്ക് തോന്നുന്നുണ്ട് നിങ്ങൾ ലൈഫിൽ ഒരു ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷനിൽ കൂടെ കടന്നു പോയിട്ടുണ്ട്, അതിൽ നിന്നും റിക്കവറായിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ എന്നും അവർ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ എന്തൊക്കെയോ വേദനകൾ ഉള്ളിൽ അടക്കി വെച്ചിരിക്കുന്ന ഒരാളാണ് എന്നൊക്കെ അവർക്ക് തോന്നാറുണ്ട്. യാത്രകൾ ഒരുപാട് ഇഷ്ടമുള്ള ഒരാളാണ് നിങ്ങളെന്ന് അവർക്ക് തോന്നാറുണ്ട്. പ്രത്യേകിച്ച് അഡ്വഞ്ചർ ട്രിപ്സൊക്കെ, ഫ്രണ്ട്സിൻ്റെ ഒപ്പം ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ ഒത്തിരി ഇഷ്ടമുള്ള ഒരാളാണ് നിങ്ങളെന്നൊക്കെ ഇവർ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. അതേപോലെ സ്ട്രെങ്ത് വെച്ച് നിങ്ങൾ ഒരുപാട് ക്ഷമയോടെ മാത്രം കാര്യങ്ങൾ ആലോചിച്ച് തീരുമാനമെടുത്ത് ചെയ്യുന്ന ഒരാളാണ് എന്നും ഇവർ ചിന്തിക്കുന്നുണ്ട്. അതുപോലെ ഫാമിലി എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ്. ഫാമിലിക്ക് വേണ്ടി നിങ്ങൾ എന്ത് ത്യാഗവും ചെയ്യാൻ മടിക്കാറില്ല എന്നും അവർ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. 3 of Pentacles വെച്ച് നിങ്ങൾ വളരെ നല്ലൊരു ടീം വർക്കറാണ്. ടീമിലൊക്കെ വളരെ നന്നായി ജോലി ചെയ്യുന്ന, ചുറ്റുമുള്ള എല്ലാവരെയും ഒന്നിച്ച് നിർത്തി കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് എന്നും കരുതുന്നുണ്ട്. നിങ്ങളുടെ സംസാരം ഇവർക്ക് വളരെ ഇഷ്ടമാണ്. വളരെ മനോഹരമായി സംസാരിക്കാൻ കഴിവുള്ളൊരു വ്യക്തിയാണ് നിങ്ങൾ എന്നും ഇവർ ചിന്തിക്കുന്നുണ്ട്. നിങ്ങളുടെ സംസാരം ആൾക്കാർ മണിക്കൂർ കണക്കിന് കേട്ടിരിക്കും. നിങ്ങൾ ഓവർ ഇമോഷണലായിട്ട് പെരുമാറുന്ന ഒരാളാണ് എന്നും ഇവർക്ക് തോന്നാറുണ്ട് കേട്ടോ. പെട്ടെന്ന് കരയുക, പെട്ടെന്ന് സന്തോഷിക്കുക, അങ്ങനെയൊക്കെ അവർക്ക് തോന്നാറുണ്ട്. എങ്കിലും നിങ്ങളുടെ അടുത്ത് സഹായം ചോദിച്ചു വന്നാൽ നിങ്ങളവരെ കൈയഴിഞ്ഞ് സഹായിക്കുന്ന ഒരാളാണ് എന്നും അവർക്ക് അഭിപ്രായമുണ്ട്.